വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് പാർട്ട് 2. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ടോട്ടൽ ഹാർഡ്നെസ്, കാൽഷ്യം ഹാർഡ്നെസ്, മെഗ്നീഷ്യം ഹാർഡ്നെസ്, ദെൻ കാൽഷ്യം, മെഗ്നീഷ്യം വെള്ളത്തിൽ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ അളവ് എന്ന് മെഷർ ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോട്ടൽ ഹാർഡ്നെസ് നോക്കാം. നമുക്കറിയാം ഹാർഡ്നെസ്, മെയിനായിട്ടും ഹാർഡ്നെസ് വരുന്നത് കാൽഷ്യം അതുപോലെ തന്നെ മെഗ്നീഷ്യം അയോൺസിൻ്റെ പ്രസൻസ് കാരണമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഹാർഡ്നെസ് രണ്ട് തരത്തിലുണ്ട്, ടെമ്പററി ഹാർഡ്നെസ്സും അതുപോലെ തന്നെ പെർമനൻറ്റ് ഹാർഡ്നെസ്സും. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോയിൽ ചെയ്താലൊക്കെ നമുക്ക് ആ ഒരു ഹാർഡ്നെസ് മാറ്റാൻ പറ്റും. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാർബണേറ്റ്, ബൈകാർബണേറ്റിൻ്റെ പ്രസൻസ് ആണ്. അതുപോലെ തന്നെ പെർമനൻറ്റ് ഹാർഡ്നെസ് പറഞ്ഞാൽ ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഹാർഡ്നെസ് അവിടെ ഉണ്ടായിരിക്കും. അത് സൾഫേറ്റ്, ക്ലോറൈഡിൻ്റെ പ്രസൻസ് കാരണമായിരിക്കും പെർമനൻറ്റ് ഹാർഡ്നെസ് വരിക. ഇവിടെ നമ്മൾ ടോട്ടൽ ഹാർഡ്നെസ്സും അതുപോലെ തന്നെ കാൽഷ്യം ഹാർഡ്നെസ്സും കണ്ടെത്തിയിട്ട് അതിൽ നിന്നാണ് മെഗ്നീഷ്യം ഹാർഡ്നെസ് കാണുന്നത്, അതുപോലെ തന്നെ കാൽഷ്യവും മെഗ്നീഷ്യവും ഒക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈട്രേഷൻ മെത്തേഡാണ്. EDTA വെച്ചിട്ട് ആണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. യൂണിറ്റ് ഉള്ളത് മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ആസ് കാൽഷ്യം കാർബണേറ്റ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ടോട്ടൽ ഹാർഡ്നെസ്, കാൽഷ്യം ഹാർഡ്നെസ്സും കണ്ടെത്തിയിട്ട് ടോട്ടൽ ഹാർഡ്നെസ്സിൽ നിന്ന് കാൽഷ്യം ഹാർഡ്നെസ് കുറക്കുമ്പോൾ നമുക്ക് മെഗ്നീഷ്യം ഹാർഡ്നെസ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് വണ്ണ് ടോട്ടൽ ഹാർഡ്നെസ് എങ്ങനെ കണ്ടെത്താൻ നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള റിയേജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EDTA, അതായത് എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്, അതുപോലെ തന്നെ NH4Cl ബഫർ. അത് റിയേജൻ്റ് പ്രിപ്പറേഷനിൽ പറഞ്ഞുതരാം അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ദെൻ എരിയോക്രോം ബ്ലാക്ക് ടീ. ഇത് EDTA വേണ്ടത് നമുക്ക് 0.01 മോളാർ EDTA ആണ്. അപ്പോൾ ഫസ്റ്റ് ബ്യൂററ്റിൽ EDTA ഫില്ല് ചെയ്യുക. ദെൻ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ 100 ml സാമ്പിൾ എടുക്കുക. ദെൻ 2 ml അമോണിയം ക്ലോറൈഡ് ബഫറാണ്, അത് ആഡ് ചെയ്യുക. ദെൻ പിഞ്ച് ഓഫ് EBT, അതായത് എരിക്രോം ബ്ലാക്ക് ടീ, അതായത് കുറച്ചൊന്ന് ആഡ് ചെയ്താൽ മതി. ദെൻ ടൈട്രേറ്റ് അഗെയിൻസ്റ്റ് EDTA. അവിടുത്തെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വൈൻ റെഡ് ടു ബ്ലൂ ആണ്. ദെൻ ടോട്ടൽ ഹാർഡ്നെസ്സിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് വോളിയം ഓഫ് EDTA, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ടൈറ്റർ വാല്യൂ ഇൻറ്റു മൊളാരിറ്റി ഓഫ് EDTA, അതായത് 0.01 ഇൻറ്റു 100 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ, നമ്മളിവിടെ എടുത്തിട്ടുള്ള 100 ml. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഹാർഡ്നെസ്സിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. ദെൻ നെക്സ്റ്റ് കാൽഷ്യം ഹാർഡ്നെസ് എങ്ങനെ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള റിയേജൻറ്റ് 0.01 മോളാർ EDTA, ദെൻ NaOH ബഫർ, ദെൻ മ്യൂറക്സൈഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ബ്യൂററ്റിൽ EDTA 0.01 മോളാർ EDTA ഫില്ല് ചെയ്യുക. ദെൻ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ 100 ml സാമ്പിൾ, നമ്മൾ വാട്ടർ സാമ്പിൾ എടുക്കുക. ദെൻ അതിലേക്ക് 2 ml NaOH ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മ്യൂറക്സൈഡ്, പിഞ്ച് ഓഫ് മ്യൂറക്സൈഡ്, അത് കുറച്ച് ആഡ് ചെയ്താൽ മതി. ദെൻ ടൈട്രേറ്റ് ചെയ്യുക EDTA-യുമായിട്ട്. ഇവിടെയുള്ള എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിംസൺ റെഡ് ടു വയലറ്റ്. കുറച്ച് റിസ്ക് ആണ് അതിൻ്റെ എൻഡ് പോയിന്റ് കണ്ടെത്താൻ, ഭയങ്കര സൂക്ഷ്മതയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടുള്ളൂ. ഈ മ്യൂറക്സൈഡ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് അമോണിയം പെർപറേറ്റ്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. കാൽക്കുലേഷൻ കാൽഷ്യം ഹാർഡ്നെസ് കണ്ടെത്താനുള്ള കാൽക്കുലേഷൻ പറയുന്നത് വോളിയം ഓഫ് EDTA, നമുക്ക് കിട്ടിയ ടൈറ്റർ വാല്യൂ, ദെൻ മൊളാരിറ്റി ഓഫ് EDTA, അതായത് 0.01 ഇൻറ്റു 100 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ, അതായത് 100 ml. ഇതിൻ്റെ രണ്ടിന് യൂണിറ്റ് വരുന്നത് മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഓക്കെ, ദെൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ്സും അതുപോലെ തന്നെ കാൽഷ്യം ഹാർഡ്നെസ്സും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം മെഗ്നീഷ്യം ഹാർഡ്നെസ് കണ്ടെത്താൻ എളുപ്പമാണ്. അതായത് മെഗ്നീഷ്യം ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഹാർഡ്നെസ് നിന്ന് കാൽഷ്യം ഹാർഡ്നെസ് മൈനസ് ചെയ്തതായിരിക്കും. അതുപോലെ തന്നെ ഇനി കാൽഷ്യത്തിൻ്റെ എമൗണ്ട് ആണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ കാൽഷ്യം ഈക്വൽ ടു കാൽഷ്യം ഹാർഡ്നെസ് ഇൻറ്റു 0.4008. അതായത് കാൽഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കാൽഷ്യം ഹാർഡ്നെസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അതുമായിട്ടൊരു കോൺസ്റ്റൻറ്റുമായിട്ട് ഇൻഡ് ചെയ്യുക. ആ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 0.4008 ആണ്. അതുപോലെ തന്നെയാണ് മെഗ്നീഷ്യവും കിട്ടാൻ വേണ്ടിയിട്ട് മെഗ്നീഷ്യം ഹാർഡ്നെസ്സുമായിട്ട് എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ചെയ്യുക, അതായത് 0.243 ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ റിയേജൻറ്റ് പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഹാർഡ്നെസ്, കാൽഷ്യം ഹാർഡ്നെസ്സും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 0.01 മോളാർ EDTA വേണം. അപ്പോൾ നമ്മൾ എത്ര ഗ്രാം EDTA എടുക്കണം 1 ലിറ്റർക്കാണെങ്കിൽ നോക്കാം. W ഈക്വൽ ടു mv/1000 വെച്ചിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മൊളാരിറ്റി പറഞ്ഞാൽ 0.01 ആണ് വേണ്ടത്.
അതിൻ്റെ മോളിക്കുലർ മാസ് പറഞ്ഞാൽ 372. നമ്മൾ 1 ലിറ്റർക്കാണെങ്കിൽ 1000/1000. അപ്പോൾ നമുക്ക് ഏകദേശം 3.72 ഗ്രാമാണ് വേണ്ടത് 1 ലിറ്റർക്ക്. അതുപോലെ തന്നെ 500 ml-ക്കാണെങ്കിൽ 1.86 ഗ്രാം. ദെൻ NH4Cl ബഫർ. ഇത് അമോണിയൻ സൊല്യൂഷൻ എടുക്കണോണ്ട് തന്നെ നമ്മൾ ഫുഡിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ 16.9 ഗ്രാം അമോണിയം ക്ലോറൈഡ് 143 ml അമോണിയ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുക. ദെൻ അതെന്ത് ചെയ്യുക, 250 ml-ക്ക് മേക്കപ്പ് ചെയ്യുക ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ട്. ദെൻ ഏരിയോക്രോം ബ്ലാക്ക് ടീ, EBTM ഷോർട്ട് ഫോം ആക്കിയിട്ട് പറയും. അത് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. അതുപോലെ തന്നെ ജസ്റ്റ് അതിൻ്റെ കൂടെ കുറച്ച് NaCl പൗഡർ ആഡ് ചെയ്യണ നല്ലതായിരിക്കും. ദെൻ NaOH ബഫർ 0.1 നോർമാലിറ്റിയിലുള്ള NaOH ബഫറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 ഗ്രാം NaOH 250 ml ഡിസോൾവ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ അടുത്തത് മ്യൂറക്സൈഡ്, അത് അമോണിയം പെർപറേറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെ കിട്ടും. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ pH, ടോട്ടൽ ആൽക്കലിനിറ്റി, ക്ലോറൈഡ് ആണ് നോക്കിയത്. ഇന്നിപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ്, കാൽഷ്യം ഹാർഡ്നെസ്, മെഗ്നീഷ്യം ഹാർഡ്നെസ്, കാൽഷ്യം, മെഗ്നീഷ്യം ഇതൊക്കെ നോക്കി. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ നമ്മൾ ലിമിറ്റും കൂടി പറയാണ് ഈ ഒരു ക്ലാസ്സിൽ. pH നമുക്ക് 6.5 മുതൽ 8.5 വരെ ആവാം, അതൊക്കെ കുഴപ്പമില്ല. അതുപോലെ തന്നെ ടോട്ടൽ ആൽക്കലിനിറ്റി 200, അതുപോലെ തന്നെ ടോട്ടൽ ഹാർഡ്നെസ്സും 200 ആണ്. ദെൻ കാൽഷ്യം വരുന്നത് 75, മെഗ്നീഷ്യം വരുന്നത് 30, പിന്നെ ക്ലോറൈഡ് 250 വരെ ആവാം. ഇതാണ് അതിൻ്റെ ലിമിറ്റ് പറയുന്നത്, അക്സെപ്റ്റബിൾ ലിമിറ്റ് പറയുന്നത്.